ചിന്താവിഷ്ടയായ ശ്യാമളയിലെ ശ്യാമള സംഗീതയാണ് ഇന്ന് എൻ്റെ കൂടെ. വെൽക്കം ടു റേഡിയോ മാംഗോ. ഹലോ കവിത. സോ ഗുഡ് ടു സീ യു ആൻഡ് oh my god, you look gorgeous. Thank you, I'm taking it as a compliment. ടൈറ്റിൽ ക്യാരക്ടേഴ്സിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ യുവർ ലേറ്റസ്റ്റ് മൂവി ആനന്ദ് ശ്രീബാല, അതിലും വേണമെങ്കിൽ ടൈറ്റിൽ ക്യാരക്ടർ എന്ന് പറയാം. അതിൽ ആനന്ദ് ശ്രീബാല എന്ന് പറയുന്നത് മെയിൻലി അർജുൻ അശോകൻ ആണെങ്കിലും അതിൽ ശ്രീബാല ഇസ് യുവർ ക്യാരക്ടർ അല്ലേ? സോ ഹൗ ഡസ് ഇറ്റ് ഫീൽ ടു ബി എ ടൈറ്റിൽ അഗൈൻ? പിന്നെയും നമ്മൾ വന്നിട്ടൊരു പടത്തിൽ ടൈറ്റിൽ റോളിൽ അപ്രോച്ച് ചെയ്യുകയാണെന്ന് പറയുമ്പോൾ അത് ആദ്യം ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അഭിലാഷ് മളികാപുരം റൈറ്റർ അല്ലേ, അപ്പോൾ കുറച്ചും കൂടി ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു എന്തായിരിക്കും ഇയാളുടെ സ്ക്രിപ്റ്റിൽ നമ്മളുടെ ഒരു റോള്. അപ്പം പിന്നെ റോളും അറിയുമ്പോൾ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഹൈ, ബിക്കോസ് ഇതുവരെ ഞാൻ ഒരു പടത്തിലും കാണാത്ത ഒരു സ്റ്റഫ് ഉണ്ട് ഇതിൽ. സോ അപ്പോൾ ഓൾ ടുഗെദർ സംതിങ് ഗ്രേറ്റ്. ട്രെയിലർ കണ്ടിടത്തോളം ഭയങ്കര ഇൻട്രീഗിങ് ആണ്, ട്രൂ ഇവൻറ്റ്സ് ആണെന്ന് പറയുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുഞ്ഞു ഷോട്ടിലാണ് ഒരു ഫോട്ടോയിൽ വി റിയലൈസ് പോലീസ് ഓഫീസർ ആയിട്ടാണ് അല്ലേ? ഇസ് ഇറ്റ് യുവർ ഫസ്റ്റ് ടൈം ആസ് എ പോലീസ് ഓഫീസർ? ഹൗ ഡസ് ഇറ്റ് ഫീൽ? ഇറ്റ് വാസ് ലൈക്ക് മാജിക്, ബിക്കോസ് ഞാൻ ചോദിച്ചു എനിക്കാണോ ഈ റോൾ എന്നൊക്കെ ചോദിച്ചു ഞാൻ, ബിക്കോസ് നോബഡി വുഡ് തിങ്ക് me as a police officer because I don't look physically in that way അല്ലേ. സോ അപ്പം എന്നോട് പറഞ്ഞപ്പോൾ ഭയങ്കര ഇനിയും എനിക്കൊരു അതാണ് ഞാൻ പറഞ്ഞില്ലേ, ഇതുവരെ ഞാൻ ചെയ്യാത്ത ഒരു തിങ് ഉണ്ട്, അത് പോലീസായിട്ട് ചെയ്യുന്നതാണ്. അതല്ലാതെ ഞാൻ ഇതുവരെ ഏത് പടത്തിലും കാണാത്ത ഒരു സ്റ്റഫ് ഉണ്ട് അതിൽ. അപ്പോൾ ദാറ്റ് ഓൾസോ എക്സൈറ്റഡ് മീ. നമ്മുടെ കൊച്ചിയിൽ തന്നെ നടന്ന ഒരു റിയൽ ഇൻസിഡൻറ്റുമായിട്ട് റിലേറ്റഡ് ആണെന്ന് നമുക്ക് ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. യു വെർ നോട്ട് ഇൻ കൊച്ചി ഫോർ എ ലോങ് ടൈം അല്ലേ? അപ്പോൾ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഒക്കെ ബ്രീഫ് ചെയ്യുമ്പോൾ ഈ ഒരു ഇൻസിഡന്റിനെ പറ്റിയൊക്കെ ബ്രീഫ് ചെയ്തിരുന്നോ? ആക്ച്വലി ഐ വാസ് അൺഅവെയർ അബൌട്ട് ഓൾ ദീസ് ഇവന്റ്സ്. അപ്പം എന്നോട് ആദ്യം പറയുമ്പോൾ തന്നെ ഇതിൽ ഒരുപാട് നിറയെ റിയൽ ഇവന്റ്സ് ഉണ്ട്. അതിൽ ഞാൻ കുറച്ച് ഇയേഴ്സ് ഡൺ ഹിസ് സീസണിങ് ആൻഡ് തിങ്സ്. സോ അങ്ങനെയാണ് എന്നോട് നറേറ്റ് ചെയ്യുമ്പോൾ പറഞ്ഞിരുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ദ കേസ് സ്റ്റഡി, അങ്ങനെയൊന്നും ഐ വാസ് നോട്ട് അവെയർ. ഓക്കെ, ട്രൂ ഇവൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ ഒരു ഇവൻറ്റ് അല്ലാതെ മറ്റ് ഇവൻറ്റ്സും ഇൻവോൾവ് ആവുന്നുണ്ടോ സിനിമയിൽ? എനിക്കങ്ങനെ പെർട്ടിക്കുലറായിട്ട് അറിയില്ല. പക്ഷേ എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ എന്തോ കൊലാബറേറ്റ് ഒക്കെ ചെയ്തിട്ട് ദാറ്റ് ഈസ് ദ സ്റ്റൈൽ ഓഫ് ദ റൈറ്റർ അല്ലേ. ഓക്കെ, സിനിമയിൽ നിന്ന് ഒരു വലിയ ബ്രേക്ക് എടുത്തിരുന്നു. അത് കഴിഞ്ഞാണ് നഗരവാരിധി നടുവിൽ ഞാൻ വരുന്നത്. അത് കഴിഞ്ഞൊരു സെക്കൻഡ് ബ്രേക്ക് കഴിഞ്ഞിട്ടാണ് പിന്നെയും ചാവേറിലേക്കൊക്കെ വരുന്നത്. അതിലും അർജുൻ അശോകൻ്റെ അമ്മയുടെ ക്യാരക്ടർ തന്നെയാണ് അല്ലേ? സോ ഹീസ് ലൈക്ക് എ പ്രോമിനൻറ്റ് യൂത്ത് സ്റ്റാർ റൈറ്റ് നൗ. കൊളാബറേറ്റിംഗ് വിത്ത് ഹിം അഗൈൻ എങ്ങനെയുണ്ട്? ദാറ്റ് വാസ് ടു ഗുഡ്. ഞാനും രോമാഞ്ചമാണ് എൻ്റെ ഫസ്റ്റ് അർജുൻ്റെ ഭയങ്കര ഒരു അട്രാക്റ്റഡ് മൂവി. പിന്നെ ബ്രഹ്മയുഗം അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ കാണുമ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് തോന്നും ഇവരുടെ കൂടെ നമ്മൾ സ്ക്രീൻ സ്പേസ് കിട്ടിയാൽ എങ്ങനെ ഉണ്ടാവും അങ്ങനെയെന്ന്. അപ്പോൾ അതിൽ കുറച്ച് പെർഫോമൻസും കിട്ടുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഡബിൾ ബോണസ് ആയിരുന്നു. സോ ഇപ്പോൾ അർജുൻ ഒരു സ്പെഷ്യലാണ്, വീട്ടിലെല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അർജുന്. ആണോ? അപ്പോൾ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ വീട്ടിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ നമുക്ക് ഒരു കണക്ട് ആവില്ലേ. സെയിം തിങ് ഹിയർ, ഒരു നമ്മ വീട്ട് പയ്യൻ ഫീലിങ്സ് ആണ്. പക്കത്ത് വീട്ടിൽ പയ്യൻ. കരിയറിലൊരു മേജർ എന്ന് പറയുന്നത് ശ്രീനിവാസൻ എന്ന കലാകാരൻ, ഡയറക്ടർ, റൈറ്റർ, അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള കൊളാബറേഷൻസ് ആണ്. ഇപ്പോൾ ആനന്ദ് ശ്രീബാലയിൽ ഒരു കുഞ്ഞി ഗ്ലിംസിൽ നമ്മൾ ധ്യാൻ ശ്രീനിവാസനെ കാണുന്നുണ്ട് അല്ലേ? ഹൗ ഇസ് ഇറ്റ് ലൈക്ക്? ഡിഡ് യു ആക്ച്വലി നോ ഹിം? ഇതുവരെ കണ്ടിട്ടില്ല. നിങ്ങൾക്ക് കോമ്പിനേഷൻ ഇല്ല? നോ, we didn't work together. പിന്നെ ഞാൻ I think I met him once when he came to Chennai along with Srini sir. I think I met his kids but I don't remember much. It was like long ago. അന്ന് രണ്ട് പിക്കിരീസ് ആയിരുന്നു. Probably. ധ്യാനൻ വിനീത് ശ്രീനിവാസൻ ഒന്നും അറിയില്ല. No. വിനീത് I met after that. കുറച്ചൊക്കെ മീറ്റ് ചെയ്തിട്ടുണ്ട് ചെന്നൈയിലും പോണ്ടി, അങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ വിനീതിന് മീറ്റ് ചെയ്തിട്ടുണ്ട്, പക്ഷെ നോട്ട് ധ്യാൻ. ഡയറക്ടർ വിനയൻ്റെ മകനാണ് വിഷ്ണു വിനയ് അല്ലേ? സോ വെൻ യു ടേക്ക് അപ്പ് ദിസ് മൂവി, സ്ക്രിപ്റ്റ് എടുക്കുമ്പോഴേക്കും ആ ഒരു ലെഗസിയും കൂടി ഒരു കുറച്ച് പ്രോമിസിംഗ് ആയിട്ട് തോന്നിയോ വിനയൻ്റെ മോൻ എന്നുള്ള രീതിയിൽ? ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ടാണ് ഞാനിത് അറിയുന്നത് ഡയറക്ടറിന്. ഞാൻ വേറെ ഒന്നും പ്രിപ്പറേഷൻ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഐ ജസ്റ്റ് മെറ്റ് വിഷ്ണു. ഞാനത് റിയലൈസ് ചെയ്യാൻ കുറച്ച് സമയമായി, ബിക്കോസ് സ്ട്രേറ്റ് അവേ വി ജംപ്ഡ് ഇൻ ടു ദ സീൻ ആൻഡ് ദ ഷോട്ട്സ് വെർ ബീൻ ടേക്കൻ. അപ്പം എനിക്ക് കുറേ കഴിഞ്ഞിട്ടാണല്ലോ നമ്മൾ വർക്ക് ചെയ്യണം, അപ്പോൾ അതിൻ്റെ ഒരു ഫോക്കസ് ആയിരുന്നു. സോ കുറച്ച് കഴിയുമ്പോഴാണ് ഐ റിയലൈസ്ഡ് ഓൾ ദീസ് തിങ്സ്. പിന്നെ വിഷ്ണു ഡിഡ്ന്റ് ഗിവ് മീ ദിസ് ന്യൂബി ഫീൽ. സോ ഭയങ്കര കോൺഫിഡൻ്റ് ആണ് ആള്. അപ്പോൾ നമുക്ക് ഒരു പുതിയ ഡയറക്ടറിനോട് വർക്ക് ചെയ്യുന്നത് അങ്ങനെ ഒന്നും ഫീൽ ആയില്ല. സം ലെജൻഡറി ഫാമിലി ഓറിയൻറ്റഡ് കിഡ് അങ്ങനെ ഒന്നും തോന്നിയില്ല സെറ്റിൽ. ലൈക്ക്
ഭയങ്കര സീസൺഡ് ആയിട്ടുള്ള ഒരു ഡയറക്ടറിനെ പോലെ തന്നെ വെരി മച്ച് വെരി കോൺഫിഡൻറ്റ്. ഇറ്റ് വാസ് എ ടീം വർക്ക്. അവർ ഭയങ്കര ഒരു ഹെൽത്തി ഡിസ്കഷൻസ് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ ചെയ്ത് ഓരോരോ സീൻ ഓരോരോ ഷോട്ടും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് കൊണ്ടുപോയത്. അപ്പോൾ കംപ്ലീറ്റ്ലി അതിലായിപ്പോയി. അപ്പോൾ നമ്മളിങ്ങനെ ഒരു അവയെ വന്നിട്ട് ഇതൊക്കെ തിങ്ക് ചെയ്യാനൊന്നും തോന്നിയില്ല. കുറേ എല്ലാം കഴിയുമ്പോഴാണ് വി ബീൻ റിയലൈസിങ് വാട്ട് ഹാപ്പൻ, ഹൂ വെർ ദേർ, ഹൂ ഡിഡ് വാട്ട് എന്നൊക്കെ ആലോചിക്കുന്നത്. പൊതുവേ ഇപ്പോൾ ചിന്താവിഷ്ടയായ ശ്യാമള മുതലാണെങ്കിലും ഭയങ്കര ബോൾഡ് സ്റ്റേറ്റ്മെന്റ്സ് പറയുന്ന സിനിമകളും റോൾസും ഒക്കെയാണ് ചെയ്തത്. ഇപ്പം ഇതിലും കണ്ടിട്ട് അങ്ങനെ തന്നെയാണെന്നൊക്കെ തോന്നുന്നു. പക്ഷേ ഇപ്പോൾ ഈ നേരിട്ട് കണ്ട ഒരു ഇച്ചിരി നേരം സംസാരിച്ചാൽ യു ആർ ദി സ്വീറ്റസ്റ്റ് പേഴ്സൺ അല്ലേ, ഭയങ്കര പാവത്താനാണ്. സോ ഹൗ ഡു യു ബ്രിങ് ദാറ്റ് ക്യാരക്ടർ ഇൻ ഓൺ സ്ക്രീൻ? ഭയങ്കര പാടല്ലേ, എസ്പെഷ്യലി ടോക്കിംഗ് അബൌട്ട് എനിക്ക് തോന്നുന്നു ക്രൈം ഫയലിലൊക്കെ. ക്രൈം ഫയൽ ഓഫ് കോഴ്സ് ദോസ് വേർഡ്സ് ആൻഡ് ദ മീനിങ് ആൻഡ് നമ്മൾ മനസ്സിലാക്കിയിട്ടല്ലേ നമ്മളൊന്നും ഓരോന്നും പറയണത്. മലയാളം ആവുമ്പോൾ അറ്റ്ലീസ്റ്റ് ഇറ്റ്സ് മൈ മദർ ടങ്, സോ ഐ ക്യാൻ കണക്ട് ആൻഡ് ടോക്ക്. എന്നാലും അതിലുണ്ടായിരുന്ന വേർഡ്സും പിന്നെ അതിൻ്റെ ഒരു സീരിയസ്നെസ്സും പിന്നെ ഐ ആക്ച്വലി ആ പടം മാത്രമാണ് ഞാൻ അതിൻ്റെ ഒരു വാല്യൂ അറിഞ്ഞിട്ട് ചെയ്തത്. ബാക്കിയെല്ലാം ഞാൻ അങ്ങനെ ഒരു ഫ്ലോയിൽ ചെയ്തു. അത് ഇറ്റ് സെലിബ്രേറ്റഡ് മീ. അങ്ങനെയാണ് ക്രൈം ഫയൽ. ഐ വാസ് ലിറ്റിൽ ബിറ്റ് സീരിയസ് അബൌട്ട് ദാറ്റ് ക്രൈം ഫയൽ. സോ അപ്പോൾ കുറച്ച് ഐ ഫെൽറ്റ് സം ഫ്യൂ ഡിഫിക്കൽട്ടീസ് ഹിയർ ആൻഡ് ദെയർ. കെ മധു സർ വാസ് ഗ്രേറ്റ്. ഓക്കെ, അഗൈൻ കമ്മിങ് ബാക്ക് ടു ആനന്ദ് ശ്രീബാല, എന്താണ് ആനന്ദ് ശ്രീബാല? വാട്ട് ഷുഡ് ബി എക്സ്പെക്ട് ആസ് ഓഡിയൻസ്? ഐ എം ഓൾസോ വെയിറ്റിംഗ് ലൈക്ക് യു ടു വാച്ച് ദ ഹോൾ തിങ് ഓൺ ദ സ്ക്രീൻ. അപ്പോൾ ഐ തിങ്ക് ഇത് കാണുമ്പോൾ നമുക്ക് നമ്മളുടെ ഉള്ളിൽ നിന്ന് വീൽ ഹാവ് ആർ ഓൺ ക്വാളിറ്റീസ് കമ്മിങ് ഔട്ട്. നമ്മൾ ഇതിന് നോക്കിയിട്ട് ഐ മീൻ കണ്ടിട്ട് എന്താ നമുക്ക് തോന്നുന്നു എന്നാകുമ്പോൾ നമ്മളുടെ ക്വാളിറ്റീസ് നമുക്ക് മനസ്സിലാക്കാം. സോ ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നില്ലേ, അപ്പോൾ അതിൻ്റെ റിയാക്ഷൻസ് എങ്ങനെയാണ്, ആ ഫാമിലിയുടെ ഫീലിങ്സ് എന്താണ് ഒരു സാധാരണ ഒരു കോമൺ മാനിൻ്റെ ഒരു ഫീൽ, അങ്ങനെ പലതുണ്ടാവും ഐ ബിലീവ്. കരിയർ ഗ്യാപ്പൊക്കെ മിക്കവാറും പലരുടെയും കരിയറിലൊക്കെ സംഭവിക്കുന്നതാണ്. പക്ഷേ 2 മേജർ ഗ്യാപ്സ്, ആദ്യം ഒരു 14 years ഗ്യാപ്പ്, പിന്നെ ഒരു 9 year ഗ്യാപ്പൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും ഫിലിം മേക്കിങ്ങിൻ്റെ പാറ്റേൺ മാറി, ഫുൾ ക്രൂ മാറി, എല്ലാം മാറി. സോ ഡു യു ഫീൽ ലൈക്ക് യു നീഡ് യുവർ സ്വീറ്റ് ടൈം ടു കോപ്പ് വിത്ത് എവറിത്തിങ് ദാറ്റ്സ് ഹാപ്പനിങ്? ഫിലിം മേക്കിങ്ങിലേക്കൊക്കെ വരുമ്പോൾ കുറച്ച് പാടുപെടുന്നുണ്ടോ? ആദ്യം ഫസ്റ്റ് ഷോട്ടിലായിരുന്നു എൻ്റെ ഒരു ആ ഫുൾ ടെൻഷനും ഇതൊക്കെ. ഫസ്റ്റ് പെർട്ടിക്കുലർലി ചാവേറിൽ ആ ഫസ്റ്റ് ഷോട്ട് വാസ് ലൈക്ക് കുറേ കഴിഞ്ഞിട്ടാണല്ലോ. ശ്രീനി സാറുടെ കൂടെ നഗരവാർത്തി ചെയ്യുമ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല. ബിക്കോസ് ശ്രീനി സാർ ഉണ്ടല്ലോ, ശ്രീനി സാറിന് അറിയാം, ഹീൽ ബ്രിങ് ഔട്ട് വാട്ട് എവർ ഹീ നീഡ്സ് ഫോർ ദ സ്ക്രീൻ. ചാവേറിൽ വരുമ്പോൾ ഇപ്പോൾ ടീനുവിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ടീനു എങ്ങനെയാണ്, ടീനുവിനെ എന്നെ മനസ്സിലാക്കാൻ കഴിയുമോ, അതൊക്കെ ഡൗട്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഫസ്റ്റ് ഷോട്ടിൽ ഭയങ്കര പേടിയുണ്ടായിരുന്നു. ബിക്കോസ് ഇവർ ആദ്യം ടേക്ക് എന്ന് പറഞ്ഞു. ഐ ഹാഡ് ഫ്യൂ ലൈൻസ് ഇൻ ദാറ്റ് ആക്ടിവിറ്റീസ് ആൻഡ് എവറിത്തിങ് വേ ടുഗെദർ ആൻഡ് വിത്ത് അർജുൻ. ഐ തോട്ട് 2-3 റിഹേഴ്സൽസ് ഉണ്ടാവും, അപ്പോൾ ഒന്ന് നമുക്ക് കണക്റ്റ് ആവും, അപ്പം നമുക്ക് ചെയ്യാൻ ഈസി ആവും, ഒരു ഫ്ലോ ആവും. ഇതൊന്നുമില്ല, ഞാൻ പോയി എനിക്ക് പൊസിഷൻസ് ഒക്കെ കാണിച്ചു, ഇതാണ് ആക്ടിവിറ്റി എന്ന്, ഇത് റൂട്ട്സും ഇതൊക്കെ ലൈൻസ് എല്ലാം പറഞ്ഞു, ടേക്ക് എന്ന് പറഞ്ഞു, ക്യാമറ റോൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ ദാറ്റ് വാസ് എ ചാലഞ്ചിങ് പോയിന്റ്. അത് കഴിയുമ്പോൾ ദെൻ എൻ്റെ പണി സെയിം ആണ്, ഞാൻ അപ്പം ചെയ്ത ആ സെയിം പണിയല്ലേ. വാട്ട് എവർ ദേ ആസ്ക് us to do we are going to do. അത് പിന്നെ ഇപ്പോൾ ആൻഡ് വൺ മോർ അഡ്വാൻറ്റേജ് ഇസ് ലൈക്ക് ഇമ്മീഡിയറ്റ്ലി യു ക്യാൻ ഗോ ആൻഡ് വാച്ച് ഇൻ ദ മോണിറ്റർ വാട്ട് യു ഹവ് ഡൺ, ഡൂസ് ആൻഡ് ഡോൺസ് നമുക്ക് മനസ്സിലാക്കാൻ വേണമെങ്കിൽ അവർ ഇഫ് ദേ ആസ്ക് ഫോർ വൺ മോർ വീൽ നോ വാട്ട് വി supposed to do. മോഹൻലാലുമായിട്ടൊരു സിനിമ വരുന്നു, സത്യനന്ദിക്കാട് മോഹൻലാൽ കോംബോയിലൊക്കെ ഒരു സിനിമ വരുന്നു. ടെൽ us about it. That was so exciting. ബിക്കോസ് സത്യൻ സാറിന് ഞാൻ സെറ്റിൽ മാത്രം കണ്ടിട്ടുണ്ട്, ശ്യാമള സെറ്റിലും പിന്നെ നഗരവാർത്തി സെറ്റിലും. പക്ഷെ രണ്ടിലും സാറിന്റെ മൂവിയിൽ വർക്ക് ചെയ്തിട്ടില്ല അല്ല, ഇതുവരെ ചെയ്തിട്ടില്ല. ഐ മിസ്ഡ് ഔട്ട് ആക്ച്വലി വർക്കിംഗ് വിത്ത് ഹിം ഏർലിയർ ഡേയ്സിൽ. ഇങ്ങനെ ഒരു അപ്രോച്ച് ചെയ്തപ്പോൾ ഐ വാസ് സോ എക്സൈറ്റഡ് ബിക്കോസ് സത്യൻ സാറിന് ഭയങ്കര ഇഷ്ടം. ആക്ച്വലി സത്യനന്ദിക്കാട് മൂവീസിലൊക്കെ പറ്റിയ പോലത്തെ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന ആളാണ്. മൂവീസോ അല്ലെങ്കിൽ ആൾക്കാർ പറയുമ്പോൾ ഒക്കെ നമുക്കൊരു റെസ്പെക്ട് തോന്നുന്നു അങ്ങനെ ഒരു. പിന്നെ ശ്രീനി സാറുടെ ഭയങ്കര ഒരു ക്ലോസ് പേഴ്സൺ തോന്നുന്നു. ഞാൻ ഐ മെറ്റ് ഹിം സോ മെനി ടൈംസ് ഇൻ ദി സെറ്റ്സ്. ഇപ്പൊ ആനന്ദ് ശ്രീബാല കഴിഞ്ഞ ഉടനെ വരാനിരിക്കുന്നതും ഫുൾ ന്യൂ പിള്ളേരായിട്ടാണ്. ന്യൂജൻ പിള്ളേരുടെ ബയോപിക് എന്ന് പറഞ്ഞിട്ടാണ് വാഴ എന്ന് പറഞ്ഞൊരു മൂവി വന്നത്. അതിലെ ഫുൾ ടീമായിട്ടാണ് ഇനി പരാക്രമം എന്ന് പറഞ്ഞൊരു മൂവി വരുന്നത്. അതിൽ എന്തൊക്കെ പരാക്രമങ്ങളാണ്, എന്താണ് ക്യാരക്ടർ? പരാക്രമം മൂവീസ് റിയലി സംതിങ്. എന്താ പറയുക, നമ്മളൊരു ഭയങ്കര വേറെ ഒരു വൈബിൽ കൊണ്ടുപോകുന്ന മൂവിയായിരുന്നു. കണ്ടന്റ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പറയുന്ന പോലെ നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒരുപാട് പടങ്ങൾ കാണും. അപ്പോൾ അതിൽ ചില പടങ്ങൾ കാണുമ്പോൾ ചിലത് നമുക്ക് ഭയങ്കര ഇതിലൊക്കെ നമ്മൾ സ്ക്രീനിലുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവുന്ന നമ്മൾ
നമുക്ക് തോന്നില്ലേ, അങ്ങനത്തെ ഒരു മൂവിയായിരുന്നു പരാക്രമം. സോ അപ്പോൾ അതിൽ കുറച്ച് എല്ലാ ക്യാരക്ടേഴ്സ്, ഡയറക്ടർ എല്ലാവരുടെ പരാക്രമം ഉണ്ട്. ഈവൻ ഐ ഹാവ് എ സ്മോൾ ബിറ്റ് ഓഫ് പരാക്രമം. ഓക്കെ. 19 വയസ്സുള്ളപ്പോഴാണ് 2 വലിയ മക്കളൊക്കെ ഉള്ള ഒരു അമ്മയായിട്ടൊക്കെ റോളൊക്കെ ചെയ്യുന്നത്. ഇറ്റ് വാസ്, എനിക്ക് തോന്നുന്നു അന്നത്തെ കാലത്തൊക്കെ ഭയങ്കര സ്റ്റിഗ്മ ഉണ്ടായിരുന്നു, ലൈക്ക് ഹീറോയിൻസിൻ്റെ ഇമേജിനെ അഫക്റ്റ് ചെയ്യും അമ്മ ക്യാരക്ടർ ചെയ്യുന്നതൊക്കെ. അങ്ങനെയുള്ളൊരു ചിന്തയൊന്നും അഫക്റ്റ് ചെയ്തിട്ടേ ഇല്ലേ? ഇല്ല, ഞാൻ എപ്പോഴും അങ്ങനെ ഒരു ലേബിളിൻ്റെ ഉള്ളിൽ പോയി നിൽക്കുന്ന ആളല്ല. ഈ ഫസ്റ്റ് പ്ലേസ്, സെക്കൻഡ് പ്ലേസ് അങ്ങനെ ഒന്നും എപ്പോഴും എനിക്ക് നോട്ട് ജസ്റ്റ് ഫോർ ഞാൻ ഭയങ്കര മോഡസ്റ്റി ആണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. ഐ ഡോണ്ട് ഗോ ആൻഡ് ഞാൻ തന്നെ പോയിട്ട് അതിൽ സ്റ്റിക്ക് ആവില്ല എപ്പോഴും. സോ അതുകൊണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ 16+ ഡയറക്ടർ രാജ് കിരൺ തമിഴിലൊരു ആർട്ടിസ്റ്റിൻ്റെ വൈഫ്, ഐ മീൻ പാരായിട്ട് ചെയ്തു. അതിലൊരു 5 years old കുട്ടിയായിട്ട്, കുട്ടിയുടെ അമ്മയായിട്ട് 5 years old കുട്ടിയുടെ അമ്മയായിട്ട് ചെയ്തു. ഐ വാസ് ഓൺലി 16. സോ എനിക്ക് അതൊന്നും തോന്നില്ല, വാട്ട് ആം ഐ ഗോയിങ് ടു ഡു ഇൻ ഇറ്റ് ആൻഡ് വാട്ട് ഇസ് ദ ഹോൾ തിങ്. ഇത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ വരെ അങ്ങനെയാണ്. ഇപ്പോൾ അർജുൻ, ദേവ് മോഹൻ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻ ഒന്നും പറ്റില്ല. അങ്ങനെയൊന്നും ആലോചിക്കുന്നേ ഇല്ല. അത്ര മുമ്പേ ഫെമിനിസം ഒക്കെ സംസാരിച്ച ഒരു സിനിമയായിരുന്നു ചിന്താവിഷ്ടയായ ശ്യാമള. ഹൗ പീപ്പിൾ കം ടു യു ആൻഡ് ടോക്ക് ടു യു, ലൈക്ക് അത് നമ്മളെ ലൈഫിൽ ഇമ്പാക്ട് ചെയ്തു, അല്ലെങ്കിൽ നമ്മുടെ ലൈഫാണ് കണ്ടത്, അങ്ങനെയൊക്കെ? അങ്ങനെ ഒരുപാട് ആൾക്കാർ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ ആക്ട് ചെയ്യുന്ന സമയത്ത് ഹൗ ഡിഡ് യു ട്രൈ ടു കണക്ട് ടു ദറ്റ് ക്യാരക്ടർ? ബിക്കോസ് again you are too young, you can never have experiences like that. അങ്ങനെ ഒരു ഫാമിലി സിറ്റുവേഷൻ ഒന്നും എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. സോ ഡിഡ് യു ഹാവ് എ റെഫറൻസ് ഓർ സംതിങ്? അങ്ങനെയൊന്നുമില്ല. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് എനിത്തിങ്. ഐ വാസ് നോട്ട് പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ബട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് ആൾറെഡി എനിക്ക് എല്ലാം നറേറ്റ് ചെയ്ത് കഴിഞ്ഞു. സർ ചെന്നൈയിൽ വന്നിരുന്നു, ശ്രീനി സർ, എല്ലാം നറേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ഐ നോ വാട്ട് ഐ എം ഗോയിങ് ടു ഡു. പിന്നെ നമ്മൾ പോകുമ്പോൾ ഈച്ച് ആൻഡ് എവറി ഡേ, ഈച്ച് ആൻഡ് എവറി സീൻ നമുക്കതിൻ്റെ ഒരു പ്രീ ആൻഡ് പോസ്റ്റ് പറയും. അപ്പം നമുക്ക് ആ മൂഡ് സെറ്റാവും. അതല്ലാതെ നമ്മളുടെ കോസ്റ്റാർസ് ഉണ്ട്, എനിക്കെല്ലാം ഭയങ്കര സീനിയേഴ്സ് ആണല്ലോ. അപ്പം അവർക്കറിയാതെ തന്നെ അവർ നല്ലോണം സപ്പോർട്ട് ചെയ്യും നമ്മളെ. അപ്പം അത് മതി. എന്തെങ്കിലും മോഡിഫൈ കൂടി നെടുമുടി വേണു അങ്കിൾ യൂസ് ടു റിയലി മേക്ക് മീ അണ്ടർസ്റ്റാൻഡ് ഹൗ ടു. നമ്മളത് ഡ്യൂട്ടി അല്ല, ജസ്റ്റ് ഇത് ചെയ്ത് ഇമ്മീഡിയറ്റ്ലി കട്ട് എന്ന് പോകുന്ന അങ്ങനെയല്ല. നമ്മൾ അതിനെങ്ങനെ എടുക്കണം, അതിൻ്റെ പ്രീ പോസ്റ്റ് ഒക്കെ മനസ്സിലാക്കിയിട്ട് എങ്ങനെ ചെയ്യണം, അത് നമ്മളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയൊക്കെ പറഞ്ഞു തരും. അങ്ങനെ ഒരുപാട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഫ്ലോയിൽ അങ്ങനെ പറഞ്ഞിട്ട് പോവും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഹെൽപ്പായിരുന്നു. നമുക്ക് മേജർലി മലയാളം സിനിമകളിൽ തന്നെ അറിയുന്നത്, പക്ഷെ തമിഴ് ആക്ടേഴ്സിന് ഇപ്പോൾ വിജയകാന്ത്, വിജയ്, നമ്മുടെ സത്യരാജ്, എല്ലാ ആക്ടേഴ്സിനെയും കൂടെ ചെയ്തിട്ടുണ്ട്. അതേപോലെ കന്നഡയിലും ഒക്കെ, കന്നഡയിൽ ശിവരാജ് കുമാർ, രവിചന്ദ്രൻ, എല്ലാ സൂപ്പർ സ്റ്റാർസിനെയും കൂടെ അഭിനയിച്ചിട്ടുള്ളതാണ്. ഇപ്പം നമ്മുടെ മൈൻഡിൽ യു ആർ ശ്യാമള. വെൻ യു ഗോ ടു അതർ ലാംഗ്വേജസ്, ഏത് ക്യാരക്ടറിന്റെ പേരിലാണ് ആൾക്കാർ ഇപ്പോഴും ഓർക്കുന്നത്? അതെ, ഇപ്പം ഞാൻ ബാംഗ്ലൂർ, കർണാടക എവിടെ പോയാലും അവർക്ക് ഈ അവർ ആദ്യം എന്നെ ഐഡന്റിഫൈ ചെയ്യില്ല. വൺസ് ദേ ഐഡന്റിഫൈ, they call me Kamali. They love that movie very much. Yara Neenu Chelluve എന്നാണ് ആ പടം. അത് പിന്നെ that was a super duper hit over. Yes. അതിന്റെ പാട്ടും ഭയങ്കര നല്ലതായിരുന്നു അല്ലേ? അതുപോലെ തമിഴില് ഏത് ക്യാരക്ടറായിട്ടാണ് ആൾക്കാർ ഇപ്പോൾ ഓർക്കണേ? തമിഴിൽ കുറച്ച് മിക്സ്ഡ് ആയിട്ടിരിക്കും. ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഏരിയ, ABC അങ്ങനെയല്ലേ. അപ്പോൾ പൂവേ ഉണക്കാക, പിന്നെ സീതനം, പിന്നെ അലക്സാണ്ടർ, വള്ളൽ, ഇങ്ങനെ ഒരുപാട് പടങ്ങളുടെ മിക്സ്. കാലം മാറിപ്പോച്ച്, ഇതൊക്കെ മോസ്റ്റ്ലി ഈ മിഡിൽ ക്ലാസ് ആണ്. ഈ കാലം മാറിപ്പോച്ച് എന്നൊരു പടം ചെയ്തു, വി ശേഖറാണ് ഡയറക്ടർ. അപ്പം അതിൻ്റെ റീച്ചാണ് മിഡിൽ ക്ലാസ് പീപ്പിൾ ഭയങ്കര എൻജോയ് ചെയ്യുന്നത്. ഓക്കെ, പൂവേ ഉണക്കാകെയാണ് വിത്ത് വിജയ് ചെയ്തതും. അതെ, ആൻഡ് ആ സൂപ്പർ സ്റ്റാറിന്റെ ഒപ്പം വർക്ക് ചെയ്തപ്പോഴാണ് യുവർ സൂപ്പർ സ്റ്റാറിനെ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഹസ്ബൻഡിനെ, ലൈഫ് പാർട്ട്ണർ, ലൈഫിലെ സൂപ്പർ സ്റ്റാറിനെ കിട്ടുന്നത് എങ്ങനെയാണ്? സോ ഹൗ ഇമ്പോർട്ടന്റ് ഇസ് ദാറ്റ് മൂവി ടു യു? ഫസ്റ്റ് തിങ്, ഓഫ് കോഴ്സ് ഐ ഗോട്ട് മൈ ലൈഫ് പാർട്ട്ണർ ഇൻ ദാറ്റ്. അതല്ലാതെ പിന്നെ എനിക്ക് വിക്രമൻ സാറിന്റെ പടം ചെയ്തതിൽ ഭയങ്കര ഒരു പ്രൗഡുണ്ട്. ബിക്കോസ് ഈ വിമൻ ഓറിയൻറ്റഡ് ആയിട്ട് തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പം അതിൽ നമുക്ക് പെർഫോം ചെയ്യാനും പിന്നെ അതിലും ഒരുപാട് സീനിയേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യാനുള്ള ഒരു എക്സ്പീരിയൻസ് കിട്ടിയത് വന്നിട്ട് സംതിങ് ലൈക്ക് അൺഫർഗറ്റബിൾ ആണത്. അടൂടി വാസ് മൈ ഫസ്റ്റ് മൂവി ഇൻ മലയാളം. തമിഴിൽ എൻ രത്തത്തിൻ രത്തമേ എന്ന് പറഞ്ഞിട്ട് മിസ്റ്റർ ഇന്ത്യ റീമേക്ക്. അപ്പോൾ ഐ വാസ് 10 years old. ദാറ്റ് മൂവി വാസ് സംവെയർ ഇൻ 88, 87, 89 അവിടെ എവിടെയോ ആണത്. അതും ഈ പറഞ്ഞ പോലെ ലൈക്ക് ഡെസ്റ്റിനി ഫൗണ്ട് യു എന്ന് പറയുന്ന പോലെ ചേട്ടന്റെ കൂടെ ഓഡിഷന് പോയി എന്തോ ആണല്ലേ? അതെ അതെ അതെ. ഏട്ടൻ ഒരു ഫാമിലി ഫ്രണ്ട് വന്നിട്ട് ഇങ്ങനെ ഒരു മൂവിയിൽ ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഏട്ടൻ ഭയങ്കര ക്യൂട്ടാണ്. അപ്പോൾ ഈ ഏജിൽ ഒരു മോൻ വേണമെന്ന് പറഞ്ഞിട്ട് അവർ ഏട്ടനെ ഒരു ടൈമിംഗ് ഫിക്സ് ചെയ്തു. അപ്പോൾ ഏട്ടനെ അമ്മ കൊണ്ടുപോകുമ്പോൾ ഐ വാസ് എ യങ്ങസ്റ്റ് വൺ അറ്റ് ഹോം. അപ്പോൾ
ഓബിയസ്ലി നമ്മൾ അമ്മ വീട്ടിലില്ല എന്ന് പറഞ്ഞാൽ സ്കൂൾ പോകില്ലല്ലോ, അപ്പോൾ അമ്മയുടെ കൂടെ അമ്മ കൊണ്ടുപോയി. അപ്പോൾ എൻ്റെ ഏജിലുള്ള ഒരു കുട്ടിയുടെ ക്യാരക്ടറിൽ ഫിക്സ് ആയിട്ടില്ല. അപ്പോൾ അവർ വിചാരിച്ച് ഞാനും ഓഡിഷന് വന്നതാണെന്ന് വിചാരിച്ചിട്ട് they also called me and I think they gave me something I tried. I don't remember that. അങ്ങനെ അത് ഈ കുട്ടി ഓക്കെ എന്ന് പറഞ്ഞു. ഓക്കെ, നാടോടിക്ക് ശേഷം പിന്നെ ലാലേട്ടനായിട്ട് ഇനിയിപ്പോൾ വരുന്ന സിനിമ തന്നെ ഉള്ളൂ അല്ലേ? അതെ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ വരാൻ പോകുന്ന ആനന്ദ് ശ്രീബാല നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ട്രൂ സ്റ്റോറി റിലേറ്റഡ് ആണെന്ന് പറയുന്നത്. ബട്ട് ദെൻ 25 years ago, എക്സാക്ട്ലി 25 years ago, ഭയങ്കര ബോൾഡായിട്ടുള്ള ഒരു ക്യാരക്ടർ അമല, സിസ്റ്റർ അമല എന്ന് പറയുന്ന ക്യാരക്ടർ ക്രൈം ഫയൽസിൽ ചെയ്തതാണ്. അത് ആ സമയത്ത് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു ടോപ്പിക്, ഇത്രയും ബോൾഡായിട്ടുള്ളൊരു ക്യാരക്ടർ. വെർ യു അവെയർ വാട്ട് യു വെർ ഗെറ്റിംഗ് ഇൻ ടു? അതിൻ്റെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നും എനിക്കറിയില്ല, പക്ഷെ അതിൻ്റെ ഒരു റിയാലിറ്റി അറിയാം. അത് നമുക്ക് പിന്നെ നമ്മളും ഫീമെയിൽ ആയിട്ടുള്ളത് കൊണ്ടാണോ, അത് ഐ ഡോണ്ട് നോ, സെൻസിറ്റീവ് ആയിട്ടുള്ളത് കൊണ്ടാണോ, കുറച്ച് ഇമോഷണലി ലിറ്റിൽ സ്റ്റിൽ യുനോ ഒരു താഴെയുള്ളതാണോ, ഐ ഡോണ്ട് നോ. ഐ റിയലി ദാറ്റ്സ് വാട്ട് ഐ സെഡ്. ഞാനിതുവരെ വർക്ക് ചെയ്തതിൽ സീരിയസ് ആയിട്ടും വാല്യൂ അറിഞ്ഞിട്ടും ചെയ്തത് ക്രൈം ഫയലാണ്. അതിൽ എനിക്ക് ആ ഒരു സമയത്ത് മെയിൻലി മെയിൽ ഹീറോസാണ് ഭയങ്കര പഞ്ച് ഡയലോഗ്, കുറേ നേരം കടുകെട്ടി വാക്കുകളൊക്കെ പറയുന്നത്. അതിൽ ഇതുപോലെ സിസ്റ്റർ അമല അതുപോലെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു NF വർഗീസുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീനിൽ ഭയങ്കര കടുകെട്ടി ഡയലോഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു. എത്ര ടേക്ക് വരെയൊക്കെ പോയി? അത് അങ്ങനെ ഓർമ്മയില്ല. ഞാൻ കുറച്ച് ഡയലോഗ്സ് അധികം ഉള്ളതുകൊണ്ട് കുറച്ച് ഏർലി ആയിട്ട് ലൈൻസ് അവരുടെ അടുത്ത് നിന്ന് കിട്ടും. അതൊന്ന് എൻ്റെ മംഗ്ലീഷിൽ എഴുതിയിട്ട് ഐ വിൽ പ്രാക്ടീസ് ദോസ് ലൈൻസ്. സോ വേർഡ്സ് അങ്ങനെ കിട്ടാൻ ഭയങ്കര പ്രയാസമാണ്. പക്ഷെ ഐ ട്രൈഡ് സംഹൗ. ADs വിൽ ഹെൽപ്പ്. ദേ ആർ ഏഞ്ചൽസ് ആണ് അവരെപ്പോഴും. അവരുടെ ഹെൽപ്പ് ഉണ്ടായിരുന്നു. ദാറ്റ്സ് ഹൗ ഐ ഡിഡ് ദാറ്റ്. അതുപോലെ ക്രൈം ഫയലിൽ ഭയങ്കര റിസ്കി സീൻസ് ഒക്കെ എടുത്തിട്ടുണ്ട്. ആ കിണറ്റിന്ന് ബോഡി എടുക്കുന്ന പോലെ സീനൊക്കെ കുറേ. അതൊക്കെ എങ്ങനെ സംഭവിച്ചു, എങ്ങനെ ചെയ്തു? അതപ്പോൾ എനിക്ക് ആക്ച്വലി അതിന് മുമ്പ് തന്നെ പറഞ്ഞിരുന്നല്ലോ ഇതാണെന്ന്. പക്ഷെ നമുക്ക് ലൊക്കേഷനും അതിൻ്റെ ഒരു ഷോട്ട് എടുക്കാൻ പോണുള്ള ഒരു കൊറിയോഗ്രാഫൊന്നും നമ്മൾക്ക് അവർ നറേറ്റ് ചെയ്യുമ്പോൾ നമുക്കത് അറിയില്ല എന്താണെന്ന്. ബിക്കോസ് അവർ കൺസീവിങ് ടൈമിലാണല്ലോ അവരതൊക്കെ ഡിസൈഡ് ചെയ്യണം. അപ്പം മോർണിംഗ് ഞങ്ങൾ സ്പോട്ടിൽ പോയിട്ട് അപ്പോഴൊക്കെ ക്യാരവൻസ് ഇല്ല. അപ്പോൾ ഒരു വീട്ടിലാണ് നമ്മൾ ഇരിക്കുക, റെഡി. ഞാൻ ഹോട്ടൽ റൂമിൽ നിന്ന് റെഡി ആയിട്ട് പോവും സ്പോട്ടിൽ. അപ്പോൾ എവിടെയെങ്കിലും ഒരു വീട്ടിൽ നമ്മളെ അവർ സെറ്റാക്കും, എല്ലാം റെഡി ആകുമ്പോൾ നമ്മളെ വിളിക്കും. അങ്ങനെയാണ് പണ്ടൊക്കെ. സോ ഐ വാസ് സിറ്റിംഗ് ദെയർ അറ്റ് സം ഹോം. എന്നെ വിളിച്ചു, ഇങ്ങനെ ഇതാണ് പൊസിഷൻ. നെറ്റൊക്കെ ഉണ്ടായിരുന്നു. അതിൽ നമ്മളുടെ കൂടെ കൊറിയോഗ്രാഫറിൻ്റെ ആക്ഷൻ കൊറിയോഗ്രാഫറിൻ്റെ അസിസ്റ്റൻസ്, അവരുടെ സ്റ്റണ്ട്മാൻസ് ഒക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ തനിച്ചുള്ളിൽ ഇറങ്ങിയിട്ടില്ല, നമ്മൾ വീണിട്ടില്ല, നമ്മൾ വെള്ളത്തിൽ നമ്മൾ തനിച്ചുണ്ടായിരുന്നില്ല. സോ ഒരു പേടി അങ്ങനെയൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ഡെപ്ത് ചില ആൾക്കാർക്ക്, ആ ഫോബിയ ഉള്ള ആൾക്കാർക്ക് കാണുമ്പോൾ മേ ബി ദേ വുഡ് ഹാവ് ബീൻ ലിറ്റിൽ. ഞാനതൊന്നും അപ്പോൾ എനിക്കൊന്നും തോന്നിയില്ല. ഐ ജസ്റ്റ് വാട്ട് എവർ ഡയറക്ടർ സെഡ് ഐ ഡിഡ്. ഫുൾ വെറ്റായിട്ടും പിന്നെ അപ്പോൾ എന്തോ ചെറിയ പനി വന്നു ആഫ്റ്റർ സം 2 days. അത് കഴിഞ്ഞിട്ട് ഒരു അണ്ടർ വാട്ടർ ഷോട്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ചെറിയ പനി ഉണ്ടായിരുന്നു. അത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ കുറച്ച് ഷിവറിങ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സ്റ്റണ്ട്മെൻ അവരൊക്കെ നമുക്ക് ടിപ്സ് പറയാണ്. ഷിവറിങ്ങിനൊക്കെ അവർ പറയും നമ്മൾ അതിന് കോപ്പറേറ്റ് ചെയ്താൽ ഭയങ്കര ഷിവറാവും. നമ്മൾ അതിന് യു ഹാവ് ടു യുനോ യു ഷുഡ് നോട്ട് സപ്പോർട്ട് ദറ്റ് ഷിവറിങ്, അങ്ങനെ എന്തൊക്കെ പറഞ്ഞു. അതൊക്കെ ഓർമ്മയുണ്ട് എനിക്ക്. ബട്ട് ദെൻ ഈ ഷോട്ട് ചെയ്യുമ്പോൾ തന്നെ കുറേ ആൾക്കാർക്ക് പേടിയാണ്. പക്ഷെ അമ്മ ആദ്യം ചീടുന്നു. അമ്മ എപ്പോഴും ഉണ്ടാവുമല്ലോ, ഒരു ഷോട്ട് പോലും അമ്മ ഇല്ലാതെ ഞാൻ എവിടെയും വർക്ക് ചെയ്തിട്ടില്ല. അപ്പം അമ്മ കുറേ കഴിഞ്ഞിട്ടാണ് അമ്മ അറിയുന്നത് ഞാൻ ഇതിൻ്റെ ഉള്ളിൽ നെറ്റിൽ പോയിട്ട് വരുന്നത്. അപ്പോൾ മോണിറ്റർ ഇല്ല, നമ്മൾ എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. സോ ഇറ്റ് വാസ് ലൈക്ക് ദാറ്റ്. അപ്പോൾ അമ്മ കുറച്ച് പേടിച്ചു. അയ്യോ, ഇറ്റ് വാസ് സം 150 feet അങ്ങനെ എന്തോ ഒരു ഡെപ്താണ്. ബട്ട് അപ്പോൾ ആ ഏജും പിന്നെ അപ്പം നമ്മളുടെ ഒരു എന്താ പറയുക, പേഴ്സണലി ഐ വാസ് ഇൻ ടു മൈ യുനോ വേറെ ട്രാൻസിലായിരുന്നു. കുറച്ച് എൻ്റെ ഹസ്ബൻഡിനൊക്കെ മീറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയൊരു ആ ഫീൽഡിൽ ഉള്ളപ്പോൾ നമുക്ക് ഭയങ്കര ധൈര്യം ഉണ്ടാവും. അങ്ങനെയൊക്കെയാണ് ചെയ്തത്. അതുപോലെ തന്നെ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം, ലൈക്ക് ലിറ്ററലി 25 yearsന് ശേഷം ഈ വാഴുന്നൂറിലൊരു സീൻ ഇപ്പോഴും വാട്സാപ്പ് സ്റ്റിക്കേഴ്സ് കിടന്ന് കറങ്ങുന്നുണ്ട്. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല, സ്റ്റിക്കർ കണ്ടിട്ടില്ല. പക്ഷെ ആ സീൻ എനിക്കറിയാം. എല്ലാവരും പറയുന്നുണ്ട്. ജീപ്പിൽ വന്ന് കയറിയിരിക്കുന്നത് എല്ലാവരും പറയും. പക്ഷെ അതിലൊരു നോട്ടൊന്നും എനിക്ക് ആരായിച്ചിട്ടില്ല, എനിക്കറിയില്ല. അയ്യോ, അതിലൊരു നോട്ടം ഇല്ലേ, കയറി കഴിഞ്ഞ് കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ കുട്ടപ്പായിനെ നോക്കുന്ന ഒരു സീനില്ലേ, അതൊക്കെ ഇപ്പോഴും വാട്സാപ്പ് സ്റ്റിക്കേഴ്സിലൊക്കെ തരണം. ഞാൻ അയച്ചു തരാം അത്. പിന്നെ അതേപോലെ തന്നെ ആ ഇയർ മമ്മൂക്കയുടെ ഒപ്പം പല്ലാവൂർ ദേവനാരായണൻ, അദ്ദേഹത്തിന്റെ ഒപ്പം ഒരു സിനിമ ചെയ്തിട്ടുള്ളൂ. അല്ല, തമിഴിലൊന്ന് ചെയ്ത് ലോങ് അഗോ. അതിനൊക്കെ മുമ്പായിരുന്നു അത്. തമിഴിൽ എതിരും പുതിരും എന്നൊരു പടം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദാറ്റ് വാസ് മൈ ആക്ച്വലി ലീഡായിട്ട് എൻ്റെ 3rd 4th മൂവി ആയിരുന്നു തമിഴിൽ.
ഓക്കെ. അദ്ദേഹം ഈ മമ്മൂക്ക ഇതുപോലെ സന്തുഷ്ടിയായ ശ്യാമള എന്നോ മറ്റോ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ. വാട്ട് ഇസ് ദ സ്റ്റോറി ബിഹൈൻഡ് ദാറ്റ്? അതെ, ഒരു ദിവസം മോർണിംഗ് ഇങ്ങനെ ഫസ്റ്റ് ഷോട്ടിൽ ഞങ്ങൾ പോയി, ഐ വാസ് റെഡി ദെയർ ബിഫോർ ദ ക്യാമറ, ഇൻ ഫ്രണ്ട് ഓഫ് ദ ക്യാമറ. അപ്പോൾ സാർ അപ്പോഴാണ് വരുന്നത്. വന്നിട്ട് എന്നെ ഇങ്ങനെ വിളിച്ചു. അപ്പം എനിക്ക് മനസ്സിലാവില്ല, ഐ ഡോണ്ട് നോ വാട്ട് ഹി സെഡ്. അപ്പം ഞാൻ ചോദിച്ചു എന്താ സാർ അങ്ങനെ ചോദിച്ചപ്പോൾ സാർ പറഞ്ഞു ഇങ്ങനെ അറിയില്ലേ ടൈറ്റിൽ മാറ്റി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ഏത് ടൈറ്റിൽ? ചിന്താവിഷ്ടിയ ശ്യാമളല്ല, ഇപ്പോൾ ചന്തുഷ്ടിയ ശ്യാമള കണ്ടില്ലേ പോസ്റ്റേഴ്സൊക്കെ. അപ്പോൾ എനിക്ക് ഐ ഡോണ്ട് നോ ടു റീഡ് മലയാളം. ഇപ്പോഴാണ് കുറച്ചൊക്കെ ചെറുതായിട്ട് ഐ ആം ലേണിങ്. അപ്പോൾ ഞാൻ പറഞ്ഞു ആണോ സർ, പടം റിലീസായി കഴിഞ്ഞിട്ട് അങ്ങനെ പേര് മാറ്റാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു. അയ്യോ. സാർ പറഞ്ഞു അതെ, ഈ പടം അങ്ങനെയായിപ്പോൾ ഇത് മാറ്റി, ഇനി അത് ചിന്താവിഷ്ടിയ ശ്യാമള അല്ല, അത് സന്തുഷ്ടിയായ ശ്യാമള പറഞ്ഞു. അപ്പം ഞാനത് ഐ ബിലീവ്. ഇതിന് ലേറ്ററാണ് എല്ലാവരും ചിരിച്ച് കുറേ കഴിയുമ്പോഴാണ് ഐ ഗോട്ട് ടു നോ ദറ്റ് ഐ വാസ്. അയ്യോടാ. അത് മാത്രമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് വിജയകാന്ത് സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത സമയത്ത് മഹൽ എക്സ്പ്രസ് എന്നോ മറ്റോ ഒരു പേര്. വാട്ട് ഇസ് ദ സ്റ്റോറി? അത് വന്നിട്ട് വിജയകാന്ത് സാർ ഭയങ്കര ഒരു ആക്റ്റീവ് പേഴ്സണാണ്. അപ്പോൾ എപ്പോഴും സ്റ്റൂളിലിരിക്കും, ചാർലിങ്ങനെ ചരിഞ്ഞൊന്നും ഇരിക്കില്ല. ഇത് നല്ല ഒരു ഡിസംബറിൽ ഊട്ടിയിൽ പോയിട്ട് മോർണിംഗ് 5:30 ഫസ്റ്റ് ഷോട്ടൊക്കെ എടുക്കുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര തണുപ്പാണ്. അപ്പം ഞാൻ ഫുൾ കവർ ചെയ്തിട്ട് ഒരു ചാർലിങ്ങനെ ഇരിക്കുന്നു കേൾഡപ്പ് ആയിട്ട്. അപ്പോൾ ഷോട്ടിന് വിളിക്കുമ്പോൾ ഭയങ്കര സ്ലോ ആയിട്ടേ പോകാൻ പറ്റില്ല എനിക്ക്. സാറ് ഓടി നടന്ന് പോയി റെഡിയായി നിൽക്കും. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ പോയാൽ സാറ് എന്തോ ഒന്ന് പറഞ്ഞു, എനിക്കപ്പോൾ അതെന്താണെന്ന് അറിയില്ല. കുറേ കഴിയുമ്പോഴാണ് എന്നോട് പറഞ്ഞു മഹാൽ എക്സ്പ്രസ് അങ്ങനെ വിളിക്കും. അപ്പം എക്സ്പ്രസിൻ്റെ വേർഡ് കേട്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നെ എന്തോ ഭയങ്കര ഒരു ആക്റ്റീവ് എന്ന് പറയണു, ഭയങ്കര സ്പീഡുള്ള എന്താന്ന് വിചാരിച്ചു. സാർ அப்படின்னு என்ன சார் അങ്ങനെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു இல்லை மாமா சென்னையிலேருந்து மதுரை போகிற ட்ரெயின் அது உலகத்திலே ரொம்ப ஃபாஸ்ட்டாக போகிறது அதுதான் അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചു ഓ നമ്മൾ ഫാസ്റ്റ് അങ്ങനെ പിന്നെയും വിചാരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പറയണത് അത് എത്രയോ 18 or 20 എത്രയോ മണിക്കൂർ എടുക്കും മധുരയിലേക്ക് പോവാൻ. അപ്പോഴാണ് അറിയുന്നത് അയ്യോ സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആണ്, അത് ഉള്ളതിലേ ഭയങ്കര സ്ലോ ആണ്. ഓക്കെ. നമ്മുടെ സൂപ്പർ സ്റ്റാർ വിജയ് ഇപ്പോൾ ഏകദേശം ടാറ്റാ ബൈ പറഞ്ഞ് ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് പോകാൻ നിൽക്കുകയാണ്. ബട്ട് ദെൻ ഇൻ ഹിസ് ഇനീഷ്യൽ സ്റ്റേജസ് ഭയങ്കര ഒരു സ്റ്റാർഡം കൊടുത്ത മൂവി പൂവേ ഉനക്കാക, അതിൽ ഹീറോയിൻ ആയിരുന്നു. അന്തക്കാലത്ത് വിജയൊക്കെ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു സ്റ്റാർട്ടിങ് ഫേസിലൊക്കെ? അത് ഫസ്റ്റ് ആദ്യം ഞാൻ ആ പടത്തിൽ ജോയിൻ ചെയ്ത് വിക്രമൻ സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് അതിൽ ആ ഫീമെയിലിൻ്റെ ഒരു നല്ലൊരു പെർഫോമിങ് സ്കോപ്പ് ഉണ്ടായിരുന്ന ഒരു റോള് അതുകൊണ്ട് പോയതാണ്. പിന്നെ വിജയുടെ കൂടെ വർക്ക് ചെയ്തു. വിജയ് ഭയങ്കര ഒരു ടാലൻറ്റഡ് പേഴ്സണാണ് എപ്പോഴും, ഇപ്പോഴുള്ളതുപോലെ തന്നെ അപ്പോഴും. പക്ഷെ അധികം ഇൻട്രാക്ഷൻസ് ഉണ്ടായിരുന്നില്ല, ബട്ട് വെരി കംഫർട്ടബിൾ ടു വർക്ക്. അപ്പോൾ നമുക്ക് എല്ലാം സീനിയർ ആർട്ടിസ്റ്റ് ആയിരുന്നു അതിൽ. അപ്പോൾ ഓൾറെഡി ഐ വാസ് എൻജോയിങ് ദറ്റ് മൂവി ബിക്കോസ് ഓഫ് ദിസ് സീൻസ് ആൻഡ് പെർഫോമൻസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് വിജയ് വാസ് റിയലി എ കൂൾ ആർട്ടിസ്റ്റ് ആയിരുന്നു. അത്രയേ ഉള്ളൂ. അധികം ഇൻട്രാക്ഷൻസോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് കണ്ടത് അങ്ങനെയൊന്നുമില്ല. കുറേ കഴിയുമ്പോൾ എനിക്ക് കല്യാണം കഴിഞ്ഞിട്ടാണ് പേഴ്സണലി അറിയുന്നത് കുറച്ചൊക്കെ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡും വിജയും നല്ലൊരു ഫ്രണ്ട്ഷിപ്പായിരുന്നു. അപ്പോൾ സോ അത് കഴിഞ്ഞിട്ടാണ് കുറച്ചൊക്കെ ഞങ്ങളൊരു പേഴ്സണലായിട്ട് സംസാരിക്കുന്നതും പിന്നെ കുട്ടീനെ കൊണ്ട് വിളിച്ചിട്ട് പോണതും സ്പോട്ടിലേക്ക് അങ്ങനെയായിരുന്നു. ബട്ട് വിജയുടെ പടങ്ങൾ ഞാൻ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് കുറച്ചൊക്കെ ആകുമ്പോഴാണ് ഭയങ്കര ക്രേസായിട്ട് കാണാൻ തുടങ്ങിയത്. വിജയൻ്റെ ഒരു നല്ലൊരു എന്താ പറയുക അഡ്മയറായി കുറേ കഴിഞ്ഞിട്ട്. ഓക്കെ. സെക്കൻഡ് കംബാക്ക് ചാവേർ ടിനു പാപ്പച്ചൻ്റെ ഒപ്പമായിരുന്നു. ഹൗ ഡിഡ് യു മേക്ക് ദറ്റ് ഡെസിഷൻ? ടിനു പാപ്പച്ചൻ എങ്ങനെ കൺവിൻസ് ചെയ്തു? ആദ്യം എന്നോട് ഇങ്ങനെ വളരെ ഒരു ചെറിയൊരു സ്ക്രീൻ സ്പേസ് ഉള്ളതാണെന്ന് എന്നോട് പറഞ്ഞു. അതല്ലാതെ പിന്നെ ഇതെനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ ഞാൻ ചോദിച്ചു ടീനുവിനോട് വൈ മീ ഇത് അങ്ങനെ ചോദിച്ചപ്പോൾ ടീനു വളരെ ഒരു സത്യം പറഞ്ഞു. അങ്ങനെ ആക്ച്വലി ഇത് ആര് വേണമെങ്കിലും ചെയ്യാം, പക്ഷെ ചേച്ചി ചെയ്താൽ എനിക്ക് സന്തോഷമാണെന്ന് പറഞ്ഞു. അപ്പം എനിക്കതൊരു ഇമ്മീഡിയറ്റ് ഒരു ഇതായിപ്പോയി. ശരി, ഒന്ന് ലെറ്റ് മീ ട്രൈ. ബിക്കോസ് കുറേ ആയി ഞാൻ അപ്പോഴാണ് ഇങ്ങനെ തുടങ്ങുന്നു, നമ്മൾ വർക്ക് ചെയ്താലോ എന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു നല്ലൊരു മേക്കറെ നമ്മൾ വിളിക്കണു, എങ്ങനെയുണ്ട് നോക്കാം, കുഴപ്പമില്ല. ബിക്കോസ് എനിക്കൊന്നും റിസ്ക് ഇല്ലല്ലോ അതിൽ. വേണമെങ്കിൽ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഐ ക്യാൻ തിങ്ക് അബൌട്ട് കണ്ടിന്യൂയിങ് ദ ആക്ടിങ് എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ പോയത്. പിന്നെ അത് ടീനു എക്സ്പ്ലെയിൻ ചെയ്തതിനേക്കാളും ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസിനേക്കാളും പടം സ്ക്രീനിൽ കാണുമ്പോൾ എനിക്ക് വേറെ ഒരു ഭയങ്കര ഒരു ഇമോഷണൽ ഫീൽ ഉണ്ടായി ആ പടത്തിൽ. അപ്പം ഞാൻ ആക്ട് ചെയ്ത പടം എനിക്ക് ഞാൻ ആക്ട് ചെയ്തതുകൊണ്ട് അതിലൊരു ഇൻട്രസ്റ്റ് വരും.
പിന്നെ അതിൻ്റെ ഒരു ടീം അറിയുന്നതുകൊണ്ട് അവരുടെ മേലുള്ള ഒരു അഫെക്ഷൻ, അതുകൊണ്ട് ആ പടം ഇഷ്ടപ്പെടും, ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ ചാവേർ മാത്രമാണ് ഞാൻ ചെയ്താലും ചെയ്തിട്ടില്ലെങ്കിലും ആ പടം കണ്ടിട്ട് എനിക്ക് ടീനുവിനോട് ഭയങ്കര ഒരു എക്സ്ട്രാ സ്പെഷ്യൽ ഒരു അഫെക്ഷൻ ഉണ്ടായത്. പക്ഷെ ഒരു ക്രിയേറ്ററായിട്ട് മാത്രമല്ല, എനിക്ക് എന്തോ വേറെ ഫേസ് ഓഫ് ടീനുവിനെ അറിഞ്ഞതുപോലെ എനിക്കൊരു ഫീലിംഗ്. ഇങ്ങനത്തെ ഒരു എൻ്റെ ഒരു ലിറ്റിൽ ബ്രോനെ പോലാണ് ടീനു. ഇങ്ങനെ ഒരു കുട്ടീൻ്റെ കൂടെ വർക്ക് ചെയ്തല്ലോ എന്നൊക്കെ അങ്ങനെ എനിക്ക് തോന്നാൻ തുടങ്ങി. എന്തോ ടീനുവിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. വർക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സീരിയസ് വർക്കറാണ്, എല്ലാം ഓക്കെ. പക്ഷെ പടം കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണലി കുറച്ച് സ്ട്രക്കായിപ്പോയി. സോ ചാവേർ ഇസ് മൈ വെരി സ്പെഷ്യൽ മൂവി.